നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് ലക്ഷ്യമിട്ട് കർമ്മ പദ്ധതിയുമായി സർക്കാർ. തന്ത്രങ്ങൾ മെനയാൻ നാളെ LDF യോഗം. കൂടുതൽ സീറ്റിനായി ലീഗ് ഉറച്ചുനിന്നാൽ ഇതര സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാവശ്യപ്പെടാൻ കോൺഗ്രസ്. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കുന്നമംഗലവും വേണമെന്ന് CMP. സീറോ മലബാർ സഭ ആസ്ഥാനത്ത് രഹസ്യ കൂടിക്കാഴ്ച നടത്തി VD സതീശൻ. M മണി വീണ്ടും മത്സരരംഗത്തേക്ക്. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീ SITക്ക് മുന്നിൽ. ചോദ്യം ചെയ്യലിന് ഹാജരായത് കോടതി നിർദ്ദേശപ്രകാരം. പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതിയിൽ ഇന്ന് വാദം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ സർക്കാരിന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിലായ ജഡ്ജി വിധി പറയാൻ അർഹയല്ലെന്ന് പരാമർശം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി. അതിജീവിതയ്ക്ക് നൽകാൻ രാഹുൽ ഒരു പൊതി കൈമാറിയെന്നും പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്നും മൊഴി. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. അന്ത്യം 83-ാം വയസ്സിൽ പൂനെയിൽ. നഷ്ടമായത് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനു വേണ്ടി പോരാടിയ വ്യക്തിയെ. കൈക്കൂലി ആരോപണത്തിൽ ED ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കാൻ തീരുമാനം. നടപടി കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസ് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനെതിരെ. നിർദ്ദേശം നൽകിയത് നിർബന്ധിത വിരമിക്കലിന്. ചവറ സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ ജീവനക്കാർക്ക് ഗുരുതര വീഴ്ചയെന്ന് DME നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. CHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരെ വീഴ്ചയുണ്ടായി. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ ഇടതുമുന്നണി. മേഖലാ ജാഥകൾ ഉൾപ്പെടെ തീരുമാനിക്കാൻ നാളെ LDF യോഗം ചേരും. 110 സീറ്റ് എന്ന ലക്ഷ്യവുമായി കർമ്മ പദ്ധതി രൂപീകരിച്ച സർക്കാരും ഭവന സന്ദർശനവുമായി മുന്നണിയും അങ്കത്തട്ടിലിറങ്ങുന്നു. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ടേം വ്യവസ്ഥകളിലെ ഇളവുകൾ ഉൾപ്പെടെ തീരുമാനിക്കും. 110 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുമുന്നണി കൃത്യമായ തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ്. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നിയ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുഴുവൻ മന്ത്രിമാർക്കും ഏകോപന ചുമതല നൽകി കളത്തിലിറക്കുകയാണ് CPM. ഓരോ മന്ത്രിമാർക്കും ചുമതലകൾ വീതിച്ചു നൽകി 50 ദിവസത്തെ കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ 100-ലധികം സീറ്റുകൾ ഉറപ്പാണെന്ന് CPM കണക്കുകൂട്ടുന്നു. നാളെ ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ സർക്കാർ തലത്തിലെ കർമ്മ പരിപാടികൾക്ക് പുറമെ പാർട്ടി തലത്തിലെ പ്രചാരണ തന്ത്രങ്ങൾക്കും രൂപം നൽകും. ഭവന സന്ദർശനത്തോടൊപ്പം മേഖലാ ജാഥകളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ നിശ്ചയമായും ലഭിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. അതേസമയം തിരഞ്ഞെടുപ്പ് അജണ്ടയ്ക്കൊപ്പം സ്ഥാനാർത്ഥിത്വ ചർച്ചകൾക്കും തുടക്കമിടുകയാണ് CPI. ഇന്നും നാളെയുമായി സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുന്നുണ്ട്. ടേം വ്യവസ്ഥയിലെ ഇളവുകൾ ഉൾപ്പെടെ തീരുമാനിക്കും. 4 മന്ത്രിമാരും ഇക്കുറി മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. CPI കഴിഞ്ഞ തവണ മത്സരിച്ച 77 സീറ്റുകൾക്കപ്പുറം ആവശ്യപ്പെടാൻ സാധ്യത കുറവാണ്. എന്നാൽ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ ചർച്ചകളുണ്ടാകും. അതേസമയം കേരള കോൺഗ്രസും INLും കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സീറ്റ് വിഭജനം വേഗത്തിലാക്കാൻ UDF. അടുത്ത ആഴ്ച മുതൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചുനിന്നാൽ ഇതര സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് ലീഗിനോട് കോൺഗ്രസ് ആവശ്യപ്പെടും. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കോഴിക്കോട് കുന്നമംഗലവും CMP ആവശ്യപ്പെടുന്നുണ്ട്. ജനുവരി 20-നുള്ളിൽ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാനാണ് UDFന്റെ തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി ഈ മാസം 13, 14 തീയതികളിൽ കേരളത്തിലുണ്ടാകും. കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകനും അടുത്തയാഴ്ച എത്തുന്നുണ്ട്. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി ആദ്യമേ രംഗത്തുള്ള മുസ്ലിം ലീഗിന് മുന്നിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കഴിഞ്ഞ തവണ 25 സീറ്റിലാണ് ലീഗ് മത്സരിച്ചത്. അതിനപ്പുറം സീറ്റുകൾ ഇക്കുറി നൽകിയാൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. മലബാറിന് പുറമെ മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും സ്വാധീനമുള്ള സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. 2 സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി ഇത്തവണ CMPയും രംഗത്തുണ്ട്. തിരുവനന്തപുരം സെൻട്രലും കോഴിക്കോട് കുന്നമംഗലവുമാണ് CMP ആവശ്യപ്പെടുന്നത്. മുൻപ് 3 സീറ്റുകളിൽ മത്സരിച്ചിരുന്ന CMP 2016 മുതൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയിരുന്നു.
എന്നാൽ ഇത്തവണ 2 സീറ്റ് വേണമെന്നും തിരുവനന്തപുരം സെൻട്രൽ ലഭിച്ചില്ല എങ്കിൽ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നും CP ജോൺ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം RSP ആകട്ടെ 5 സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടുന്നില്ല എങ്കിലും ജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സഭാ സെനഡ് നടക്കുന്നതിനിടെ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വകാര്യ വാഹനത്തിലാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നിർണായകമായ നീക്കം. ബുധനാഴ്ച രാത്രി 9:15 സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. സ്വകാര്യ വാഹനത്തിലെത്തിയായിരുന്നു സന്ദർശനം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി 1 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് അത്താഴ വിരുന്നിലും പങ്കെടുത്തു. 6 ബിഷപ്പുമാരുമായും അദ്ദേഹം ചർച്ച നടത്തി. താമരശ്ശേരി ബിഷപ്പ്, തലശ്ശേരി ആർച്ച് ബിഷപ്പ് എന്നിവർ ചർച്ചയിലുണ്ടായിരുന്നു. സീറോ മലബാർ സഭാ ആസ്ഥാനത്ത് സിനഡ് സമ്മേളനം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നീക്കം. സഭയുടെ രാഷ്ട്രീയ നിലപാടുകൾ അടക്കം തീരുമാനിക്കപ്പെടുന്നത് സിനഡ് യോഗത്തിലാണ്. സിനഡ് നടക്കുന്നതിനിടെ രാഷ്ട്രീയക്കാർക്കോ മാധ്യമപ്രവർത്തകർക്കോ ഒന്നും സാധാരണഗതിയിൽ പ്രവേശനം നൽകാറില്ല. VD സതീശന്റെ സന്ദർശനത്തെ സംബന്ധിച്ച് സഭ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. 35 വർഷമായി ഇടത് സഹയാത്രികനായിരുന്നുവെന്നും പഴയ ദ്രവിച്ച ആശയവുമായി ഇനി മുന്നോട്ടു പോയാൽ കേരളം ഒരു വൃദ്ധസദനമായി മാറുമെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. കേരളത്തിൽ വികസനമില്ല എന്നല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വന്ന ആശയ വ്യതിയാനം ദുഃഖിപ്പിച്ചുവെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം. ഇവിടുത്തെ പുതിയ തലമുറ നാടുവിടുന്നു. അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ 3ാം തവണയും മത്സരത്തിനിറങ്ങാൻ CPM നേതാവ് MM മണി. 2 ടേം വ്യവസ്ഥയിൽ ഇദ്ദേഹത്തിന് ഇളവ് ലഭിച്ചേക്കും. MM മണിയെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം CPM ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ CPMന്റെ ഉറച്ച മണ്ഡലമാണ് ഉടുമ്പൻചോല. കഴിഞ്ഞ 2 തവണയും MM മണിയാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. 2021 35,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അനാരോഗ്യം മൂലം ഇത്തവണ MM മണി മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്നായിരുന്നു സൂചനകൾ. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ MM മണി വീണ്ടും മത്സരിക്കണമെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 5 വീതം ഇടങ്ങളിൽ LDFും UDFുമാണ് ഭരണത്തിലുള്ളത്. ഉടുമ്പൻചോലയിൽ MM മണി മത്സരിച്ചാൽ ദേവികുളം, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങളിലും LDFന് ഗുണകരമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മണ്ഡലത്തിൽ മറ്റു പേരുകൾ പരിഗണിച്ചിരുന്നെങ്കിലും ജയസാധ്യത കൂടുതൽ MM മണിക്കെന്നാണ് കണക്കുകൂട്ടൽ. 38,305 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ MM മണി ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ചത്. അമൃത ന്യൂസ്, ഇടുക്കി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ സർക്കാരിന് നിയമോപദേശം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം നൽകിയത്. മെമ്മറി കാർഡ് ചോർന്നതിൽ സംശയനിഴലിലായ ജഡ്ജി വിധി പറയാൻ അർഹയല്ലെന്നാണ് പരാമർശം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ നിയമോപദേശത്തിലുള്ളത്. ദിലീപിനെതിരായ തെളിവുകൾ പക്ഷപാതപരമായി തള്ളിയെന്ന് പ്രോസിക്യൂഷൻ DGയുടെ നിയമോപദേശത്തിൽ പറയുന്നു. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ തന്നെ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നുമാണ് നിയമോപദേശം. ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ തയ്യാറാക്കിയതാണ് വിധിയെന്നും നടനെതിരെ സമർപ്പിച്ച തെളിവുകൾ പരിഗണിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ വിമർശനം ഉന്നയിക്കുന്നു. 2 തരം സമീപനമാണ് തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത്. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ കണ്ടെത്തിയ തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ലെന്നും കുറിപ്പിൽ ആരോപിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ കൂടെ നിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചെന്നും ഉപദേശത്തിൽ പരാമർശമുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ V. അജയകുമാറിന്റെ കുറിപ്പും അപ്പീൽ നൽകാൻ തയ്യാറാക്കിയ നിയമോപദേശത്തിലുണ്ട്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 8ാം പ്രതിയായ ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ഈ കേസിൽ അപ്പീൽ നൽകും. അമൃത ന്യൂസ്, കൊച്ചി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി മൊഴി. അതിജീവിതയ്ക്ക് ഒരു പൊതി കൈമാറിയെന്ന് 2ാം പ്രതി ജോബി ജോസഫ് വെളിപ്പെടുത്തി. പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്നും രാഹുലിൻ്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടതെന്നും മൊഴി. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ 2ാം പ്രതി ജോബി എന്താണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്?
ഈ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുക്കാടുന്ന ഒരു മൊഴി തന്നെയാണ് ഏതായാലും സുഹൃത്തായിട്ടുള്ള ജോബി ജോസഫ് നൽകിയിരിക്കുന്നത്. ഈ ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഈ രണ്ടാം പ്രതിയാണ് ജോബി ജോസഫ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ അറസ്റ്റ് വരാനുള്ള ഒരു സാധ്യത കണക്കെടുത്ത് ഒളിവിലായിരുന്നു. അതിനുശേഷം മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ എത്തിയത്. ആ ചോദ്യം ചെയ്യലിന് നൽകിയിരിക്കുന്ന അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴിയിലാണ് ഇത്തരത്തിൽ താൻ ഈ പരാതിക്കാരിക്ക് ഒരു പൊതി കൈമാറിയിരുന്നു എന്ന കാര്യം ജോബി സമ്മതിക്കുന്നത്. പക്ഷെ ആ പൊതിയിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. ഈ പരാതിക്കാരിയുടെ സുഹൃത്തും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്നാണ് പരാതിക്കാരിക്ക് കൊടുക്കാനായി ഇത്തരത്തിലൊരു പൊതി തനിക്ക് തന്നുവിട്ടത് എന്നുള്ളതാണ് ജോബിയുടെ മൊഴി. ഈ ഗർഭഛിദ്രത്തിനുള്ള ഗുളിക ജോബിയാണ് തനിക്ക് തന്നത് എന്നായിരുന്നു പരാതിക്കാരിയും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഏകദേശം അത്തരത്തിൽ ആ മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴി തന്നെയാണ് ഇപ്പോൾ ജോബിയും നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം ഏതായാലും നിലവിൽ ജോബിയുടെ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് എത്തിയ സമയത്ത് ആ മൊബൈൽ ഫോൺ കൊടുത്തിരുന്നില്ല. അത്തരത്തിൽ ഇപ്പോൾ നിലവിൽ ഈ കൂടുതൽ തെളിവ് ശേഖരണത്തിനായിട്ടാണ് മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഹാജരാക്കിയില്ലെങ്കിൽ ഈ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തിരുവിതാംകൂർ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. തിരുവനന്തപുരം ഇഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യലിനായി എത്തിയത്. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. ശബരിമലയിലെ ദ്വാരപാലക പാളികൾ കടത്തിയ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ജയശ്രീക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തെളിവുകൾ വ്യക്തമാക്കുന്നതിനുമാണ് അന്വേഷണ സംഘം ജയശ്രീയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. 2019 ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്നു എസ് ജയശ്രീ. ദേവസ്വം ബോർഡ് തീരുമാനം ജയശ്രീ തിരുത്തിയതായി SIT കണ്ടെത്തിയിരുന്നു. സുപ്രീം കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി ജയശ്രീക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജയശ്രീ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. രാവിലെ 10:00 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് 12 മണി വരെ നീണ്ടു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. ശബരിമലയുമായി ബന്ധപ്പെട്ട നിർണായകമായ പല രേഖകളും വസ്തുക്കളും കടത്തിയതിൽ ജയശ്രീയുടെ അറിവോ സമ്മതമോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് SIT പ്രധാനമായും പരിശോധിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ഹൈക്കോടതിയിൽ നിന്ന് ചേരുകയാണ്. രാജേഷ്, ഈ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു കോടതി. ഇനിയിപ്പോൾ ഉള്ളത് പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷയാണ് ഇന്നിപ്പോൾ പരിഗണിക്കാനുള്ളത്. അതും മാറ്റിവെക്കുമോ തിങ്കളാഴ്ചത്തേക്ക്? ഈ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഒരുമിച്ച് വാദം കേൾക്കാനാണ് സാധ്യത. ഇന്ന് പ്രത്യേകമായിട്ട് ജാമ്യാപേക്ഷ വാദം കേൾക്കും എന്ന് നമുക്ക് പറയാനാവില്ല. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയ്ക്ക് വെച്ചു. ഏകദേശം ഒരേ രീതിയിലുള്ള കേസ്, ഒരേ ആരോപണങ്ങളുള്ള കേസ്, ഒരേ ഗൂഢാലോചന നടന്നു എന്നുള്ള ആരോപണം SIT ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് വാദം കേൾക്കാനാണ് സാധ്യത. ഇന്ന് ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് വെച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയുടെ ഒപ്പം ഇതുകൂടി മാറ്റാനാണ് സാധ്യതയുള്ളത്. പ്രധാനമായും SIT ഇതിൽ വിശദമായ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വാദം കേൾക്കാനാണ് സാധ്യത. രാജേഷാണ് ഹൈക്കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശ്രീകുമാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വാദം കേൾക്കുന്നത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം ഫയലുകൾ നീക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നും ശ്രീകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം സംഭവം നടന്ന സമയത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ശ്രീകുമാറിന് കൃത്യമായ പങ്കുണ്ടെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ P. രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കാൻ തീരുമാനം. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസ് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് P. രാധാകൃഷ്ണൻ. എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നിരുന്നു. ഇതേ തുടർന്ന് കൊച്ചി യൂണിറ്റിൽ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റിയിരുന്നു. കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ലഭിച്ച പരാതിയിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയായ കേസിലും ആദ്യഘട്ടത്തിൽ P. രാധാകൃഷ്ണന്റെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ രാത്രി പൂനെയിൽ വെച്ചാണ് അന്തരിച്ചത്. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് പൂനെയിലെ വൈകുണ്ഠ ശ്മശാനത്തിൽ നടക്കും.
മലയാളികൾക്ക് ഏറെ സുപരിചിതനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. പശ്ചിമഘട്ടം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേര്. പശ്ചിമഘട്ടത്തിലെ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുണ്ടാക്കാവുന്ന ആഘാതങ്ങളെക്കുറിച്ചും ആദ്യമായി മുന്നറിയിപ്പ് തന്നത് മാധവ് ഗാഡ്ഗിലാണ്. അദ്ദേഹം അധ്യക്ഷനായ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി 2011 സമർപ്പിച്ച റിപ്പോർട്ടിലൂടെയാണ് ആസന്നമായൊരു ദുരന്തത്തെ മലയാളി തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. പശ്ചിമഘട്ടത്തിന്റെ 75% പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന ശുപാർശ ഏറെ വിവാദങ്ങൾക്കും വഴിതെളിച്ചു. ഇന്ത്യയിലെ ജനകീയ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി. അടിസ്ഥാന വിഭാഗങ്ങളുമായി അദ്ദേഹം അത്രയേറെ ബന്ധം പുലർത്തിയിരുന്നു. അവരോടൊപ്പമുള്ള ജീവിതമാണ് പ്രകൃതിയെ അത്രയേറെ അടുത്തറിയാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ആയിരത്തി 1942 പൂനെയിലെ ഗോവൻ ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പൂനെയിലെ ഫെർഗൂസൺ കോളേജ്, ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് PhD നേടി. വിദേശ രാജ്യങ്ങളിൽ ഒട്ടേറെ അവസരങ്ങളുണ്ടായിട്ടും അദ്ദേഹം തൻ്റെ പ്രവർത്തന മേഖല തിരഞ്ഞെടുത്തത് മാതൃരാജ്യത്തായിരുന്നു. പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി അദ്ദേഹം കാടുകളിലും മേടുകളിലും അലഞ്ഞു നടന്നു. ഗോത്രവിഭാഗക്കാർ, മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരുമായി നല്ല ബന്ധമുണ്ടാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനായി താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി അദ്ദേഹം കൈകോർത്തു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 31 വർഷം സേവനമനുഷ്ഠിച്ചു. അവിടെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിച്ചു. സ്റ്റാൻഫോർഡിലും കാലിഫോർണിയ സർവകലാശാലകളിലും വിസിറ്റിംഗ് പ്രൊഫസറായും അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ജൈവ വൈവിധ്യ നിയമം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. 7 പുസ്തകങ്ങളും 225-ലധികം ശാസ്ത്ര പ്രബന്ധങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. 1981 പത്മശ്രീ നൽകിയും 2006 പത്മഭൂഷൺ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2024 ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പ്രോഗ്രാമായ UNEP ചാമ്പ്യൻസ് ഓഫ് ദ എർത്തായി തെരഞ്ഞെടുത്തത് മാധവ് ഗാഡ്ഗിലിനെയായിരുന്നു. പ്രശസ്ത മൺസൂൺ ശാസ്ത്രജ്ഞയായിരുന്ന സുലോചന ഗാഡ്ഗിലാണ് ഭാര്യ. അവർ കഴിഞ്ഞ ജൂലൈയിലാണ് അന്തരിച്ചത്. പ്രകൃതിയെ നശിപ്പിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർക്കഥയാകുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത് പരിസ്ഥിതിയുടെ കാവലാളെയാണ്. എങ്കിലും പ്രകൃതിയെ അറിഞ്ഞ് അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ചെറു സഞ്ചയത്തെ വാർത്തെടുത്താണ് അദ്ദേഹം വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തെരുവുനായ പ്രശ്നത്തിൽ മൃഗസ്നേഹികൾക്ക് വീണ്ടും കോടതിയുടെ പരിഹാസം. നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണ്. അതിനാൽ നമ്മൾ കൂടുതൽ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതായിരിക്കും പരിഹാരമെന്നും ജസ്റ്റിസ് സന്ദീപ് മേത്ത. തെരുവുനായ്ക്കൾക്ക് മൈക്രോ ചിപ്പ് പിടിപ്പിക്കണമെന്ന് മൃഗസ്നേഹികൾ, വളർത്തുനായ്ക്കൾക്കാണ് മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നതെന്ന് സുപ്രീം കോടതിയുടെ മറുപടി. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾക്ക് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് കണക്ക് പരിഹാസം കിട്ടിയതാണ്. ഇന്നത് വീണ്ടും ഉണ്ടായിരിക്കുന്നു അല്ലേ? മായ, തീർച്ചയായും. അതായത് ഈ വിഷയത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നൊരു നിലപാട് സുപ്രീം കോടതി എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടുകളും കാര്യങ്ങളും ഇക്കാര്യത്തിൽ വ്യക്തമാക്കണം എന്നുള്ളതാണ് പ്രധാനമായും സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിച്ചത്. സ്വമേധയാ എടുത്ത ഹർജികളും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ കൃത്യമായ നിലപാട് സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാദം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നാളെയും ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളവർ നാളെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു വരൂ എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നും പരിഹാസമാണ്. നായകളും പൂച്ചകളും ശത്രുക്കളാണ്, അതിൽ കൂടുതൽ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കൂ എന്നുള്ള ഒരു പരിഹാസമാണ് ജസ്റ്റിസ് സന്ദീപ് മേത്ത ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നായകളെ നീക്കം ചെയ്തത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മൃഗസ്നേഹികൾ പറയുന്നുണ്ട്. ABC ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണം, മൈക്രോ ചിപ്പുകൾ തെരുവുനായ്ക്കൾക്ക് ഘടിപ്പിക്കണമെന്ന് മൃഗസ്നേഹികൾ പറയുന്നു. അതിന് സുപ്രീം കോടതി പറഞ്ഞത് വളർത്തുനായ്ക്കൾക്കാണ്, അല്ലെങ്കിൽ അത്തരം വളർത്തുജീവികൾക്കാണ് മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ മറുപടി. ഏതായാലും വിശദമായ വാദം നാളെയും തുടരുമായ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. തെരുവുനായ പ്രശ്നത്തിൽ മൃഗസ്നേഹികൾക്ക് വീണ്ടും കോടതിയുടെ പരിഹാസം. ചികിത്സ കിട്ടാതെ കൊല്ലം ചവറ സ്വദേശി വേണു മരിച്ചതിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. CHC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വരെ വീഴ്ചയെന്ന് DME നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. വീഴ്ചകൾ കണ്ടെത്തിയെങ്കിലും ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വേണുവിന്റെ മരണത്തിൽ നിർണായക അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ആശുപത്രികൾക്ക് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. CHC മുതൽ മെഡിക്കൽ കോളേജിൽ വരെ വീഴ്ചയുണ്ടായി. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി നടത്താമെന്ന നിർദ്ദേശം ഫയലിൽ രേഖപ്പെടുത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പിഴവുണ്ടായെന്ന് റിപ്പോർട്ടിലുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ICUവിൽ പ്രവേശിപ്പിച്ചില്ല. മെഡിക്കൽ വാർഡിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ഇവിടെ ചികിത്സ കിട്ടാൻ വൈകിയെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയിട്ടും ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല. കൂട്ടിരിപ്പുകാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണമെന്നും മെഡിക്കൽ കോളേജ് ജീവനക്കാർ രോഗികളോട് കൂടുതൽ നന്നായി പെരുമാറണമെന്നുമുള്ള നിർദ്ദേശം മാത്രമാണ് റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ നവംബറിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നു. രാവിലെ മുതൽ ഇതുവരെ 40,000-ഓളം ഭക്തരാണ് 18ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയത്. ദർശനത്തിനുള്ള ഭക്തരുടെ ക്യൂ രാവിലെ ശബരി പീഠവും പിന്നിട്ടിരുന്നു. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുക തന്നെയാണ്. അത് മണിക്കൂറുകൾ കഴിയുന്തോറും അയ്യപ്പ ഭക്തരുടെ തിരക്ക് തന്നെ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ വലിയൊരു നിര തന്നെ ദർശനത്തിനായി ഉണ്ടായിരുന്നു. അത് ശബരി പീഠവും പിന്നിട്ടതിന് ശേഷവും ആളുകളുടെ ക്യൂ, ഭക്തരുടെ ക്യൂ നീളുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. തുടർച്ചയായി അയ്യപ്പ ഭക്തരെ കടത്തിവിടുക എന്നത് തന്നെയാണ്, കടത്തിവിട്ട് ദർശനം നടത്തി മടക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർ കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ട ഒരു കാഴ്ചയാണ്. നമുക്ക് ഏകദേശം 6 മണിക്കൂറിലധികം അയ്യപ്പ ഭക്തർ ക്യൂ നിന്നാണ് ദർശനം നടത്തുന്നത്. ഇന്നലെ രാത്രിയിൽ അടക്കം ദർശനത്തിനായി എത്തിയ അയ്യപ്പ ഭക്തരാണ് രാവിലെ ഒരു 11 മണി വരെ ഉള്ള സമയത്തിനുള്ളിൽ തന്നെ ദർശനം നടത്തിയിരിക്കുന്നത്. അവരുടെ തിരക്കിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്നതാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, കഴിഞ്ഞ മകരവിളക്കിനായി നട തുറന്നതിന് ശേഷം ഏകദേശം 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ് തുടർച്ചയായി ഇത്തരത്തിൽ ക്യൂവിൽ എത്തുന്നത് എന്നാണ്. 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തുന്നു എന്നത് തന്നെയാണ്. നിലവിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ ക്യൂ ദർശനത്തിനായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. 1 മണി വരെ ഏകദേശം 50,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ, 50,000-നടുത്ത അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തി എന്ന ഒരു കണക്കാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ഇന്ന് അയ്യപ്പ ഭക്തർ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം. രജിത്താണ് ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സ്പോർട്സ് വാർത്തയിലേക്ക്. ആഷസ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും ടെസ്റ്റിലും ഓസ്ട്രേലിയയ്ക്ക് തകർപ്പൻ ജയം. സിഡ്നി ടെസ്റ്റിൽ 5 വിക്കറ്റ് ജയത്തോടെ ഓസ്ട്രേലിയ പരമ്പര 4-1 സ്വന്തമാക്കി. അവസാന ദിനം 302 റൺസിന് 8 വിക്കറ്റ് എന്ന സ്കോറിൽ ബാറ്റിംഗ് തുറന്ന ഇംഗ്ലണ്ടിന് 40 റൺസ് കൂടി കൂട്ടിച്ചേർക്കാനേ കഴിഞ്ഞുള്ളൂ. 160 റൺസിന്റെ വിജയലക്ഷ്യം ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തു. ഒരു ഘട്ടത്തിൽ 5 വിക്കറ്റ് നേടി ഓസീസിനെ ഇംഗ്ലണ്ട് സമ്മർദ്ദത്തിലാക്കിയെങ്കിലും അലക്സ് കാരിയും കാമറൂൺ ഗീനും ചേർന്ന് ഓസീസിനെ വിജയിപ്പിക്കുകയായിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ.